ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ 14ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ക്ലാസ്സുകൾ കാണാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 13 ക്ലാസ്സുകളുടെ ലിങ്കും ഞാനൊന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറും അതേപോലെ തന്നെ മലയാളം ഗ്രാമറുമാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ മക്കളെ, അതായത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം നമ്മളിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടും അതേപോലെ തന്നെ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് വൈകുന്നേരം 9 മണിക്ക് ക്വസ്റ്റ്യൻ ബോളും ഉണ്ടായിരിക്കുന്നതാണ്. ഏതാണോ ക്ലാസ് വരുന്നത് അതിൻ്റെയുമായി ബന്ധപ്പെട്ടായിരിക്കും ക്വസ്റ്റ്യൻ ബോൾ വരുന്നത്. അപ്പോൾ അതും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ മാത്രമാണ് ഈ സീരീസ് ഫുൾഫിൽ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ടാഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇമ്പരേറ്റീവ് സെൻറ്റൻസിനെയോ ഊന്നി പറയാൻ സെൻറ്റൻസിൻ്റെ അവസാനം ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ മലയാളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ എന്താണ് ഒരു അപേക്ഷയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഊന്നി പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ബാലൻസ് ആയിട്ട് ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കും. അങ്ങനെയുള്ള ആ ചോദ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നീ കളിക്കുകയാണോ? യു പ്ലേ ക്രിക്കറ്റ്, അല്ലെങ്കിൽ യു പ്ലേ ഫുട്ബോൾ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ്? അല്ലയോ അല്ലെങ്കിൽ അതെയോ എന്ന് ചോദിക്കാനായിട്ട് ഡോണ്ട് യു എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? ഒന്നുകൂടിയും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രസ്താവന അല്ലെങ്കിൽ എന്താണ് ആജ്ഞയോ അപേക്ഷയോ ആയിട്ടുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്? അതിനെ ഒന്നുകൂടി ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ചേർക്കുന്ന ആ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ഹീ ഈസ് എ ഡോക്ടർ, ഈസ് ഇൻ ഹീ. ഓക്കെ, അപ്പോൾ ഹീ ഈസ് എ ഡോക്ടർ, അവൻ ഡോക്ടറാണ്, അതെയോ എന്ന് നമ്മൾ എന്താണ്? ആകുന്നോ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ചോദിക്കുന്ന ആ ചെറിയ ചോദ്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ട് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ അതേപോലെ തന്നെ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം തന്നെ തിരിച്ചറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതായത് ആ സെൻറ്റൻസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നോട്ടെന്നോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് പഠിക്കാം. അതായത് ഏകദേശം ഒരു 20ഓളം എന്ത് വരുന്നുണ്ട്? വേർഡ്സ് വരുന്നുണ്ട്. ആ വേർഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിന് വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവും, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവുമായിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിലെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കറിയാം, അതായത് ഒരു സ്ട്രക്ചർ നിലവിൽ നമുക്ക് ഇതിനുണ്ട്. ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് പ്ലസ് പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതാണ് ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിലറി വെർബ് നമുക്കറിയാം ഏകദേശം 24ഓളം ഓക്സിലറി വെർബ്സ് ആണ് നമുക്കുള്ളത്. അതായത് സഹായക ക്രിയർ, അതായത് ആം, ഈസ്, ആറ്, വേർ, വാസ്, ബീയിങ്, ബീൻ, ഹാസ്, ഹാവ്, ഹാഡ്, ഷാല്, വില്ല്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, കുഡ്, ഡസ്, ഡു, വാസ്, ബി, ഡിഡ്, വുഡ്, ക്യാൻ, കുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ സഹായക ക്രിയ എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും ഒരെണ്ണം എവിടെ വേണം? നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിലാദ്യം വരേണ്ടത് ഈ പറയുന്ന ഓക്സിലറി വെർബാണ്. അതിനുശേഷം നോട്ട് അത് വരണം. അതിനുശേഷം എന്ത് വേണം?
പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. അതായത് ഈ സബ്ജക്റ്റ് ഉണ്ടാവും, ആ സബ്ജക്റ്റിൻ്റെ എന്ത് വേണം, സർവ്വനാമം. അതിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. പ്രോനൗൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിയേ, ദ ഫുൾ stop in the sentence must be changed into a comma before adding the question tag. Question tag always begins with a small letter and there is a question mark at the end of the tag. ഓക്കെ, തന്നിരിക്കുന്ന സെൻറ്റൻസിലെയും അതേപോലെ തന്നെ ക്വസ്റ്റ്യനിലെയും ടെൻസ് എപ്പോഴും ഒന്നായിരിക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി എന്താണ്, സെൻറ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈംസ് എന്താണെന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം. സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ സെൻറ്റൻസ് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അത് തന്നെയാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൻ്റെ എന്താണ്, സെൻറ്റൻസ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്താണ്, കോമ ഉണ്ടാവും. അതേപോലെ കോമ കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എഴുതേണ്ടത് ഏത് ലെറ്ററിലായിരിക്കും, സ്മോൾ ലെറ്ററിൽ മാത്രമായിരിക്കും അത് എഴുതേണ്ടത്. അതേപോലെ അവസാനം എന്തുണ്ടാകും, അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോക്കിയേ, അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഈ സ്ട്രക്ചർ അനുസരിച്ച് ഇത് കറക്റ്റ് അല്ലേ നോക്കിയേ. അതായത് അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, ഈസ് ഇൻ ഹി ആകുന്നോ, അതെയോ അവൻ ഒരു LD ക്ലർക്ക് ആണോ എന്നല്ലേ ചോദിക്കുന്നത്. അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, ഈസ് നോട്ട് ഹി. ഓക്കെ, അപ്പം നോക്കിയേ, അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഓക്സിലറി വെർബ് നോക്കിയേ, ഇല്ലേ, ഈസ് ഓക്സിലറി വെർബ് വന്നു. അടുത്തത് എന്താണ്, നോട്ട്. ഇവിടെ ഓക്സിലറി വെർബ് നോട്ട്, ഓക്സിലറി വെർബ് കഴിഞ്ഞു, നോട്ട് വന്നു. ഇനി അഖിൽ എന്ന് പറയുന്ന നാമം, അതിൻ്റെ പ്രോനൗൺ ആണ് എന്തെന്ന് പറയുന്നത്, ഹി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, അഖിൽ വന്നു, അഖിലിൻ്റെ പ്രോനൗൺ ആയിട്ടുള്ള ഹി ഇവിടെ വന്നു. അതിനുശേഷം നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് ഇതേ കിടക്കണു ക്വസ്റ്റ്യൻ മാർക്ക്, ഇവിടെ ദേ വന്നു ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണപ്പോൾ, അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, ഈസ് ഇൻ ഹി, അതായത് ഈസ് നോട്ട് ഹി എന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇനി നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ പോസിറ്റീവ് ആയിരിക്കണമെന്ന് നോക്കാം. ഓക്സിലറി വെർബ് എപ്പോഴും മസ്റ്റാണ്. അതിൻ്റെ കൂടെ എന്ത് വേണം, പ്രോനൗൺ ഓഫ് ദ വെർബ് പ്ലസ് എന്താണ്, ക്വസ്റ്റ്യൻ മാർക്ക്. നോക്കിയേ, അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന അഖിൽ ഈസ് നോട്ട് ആൻ LD ക്ലർക്ക്, ഇത് അഖിൽ ഈസ് ആൻ LD ക്ലർക്ക്, അത് പോസിറ്റീവ് ആയിരുന്നു. ഇവിടെ എന്ത് വന്നു, നോട്ട് എന്ന് പറയുന്നത് വന്നു. അതായത് നെഗറ്റീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ആണ് ഈ നോട്ട് ഇവിടെ വന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കണം മക്കളെ, അത് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്, പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ്. രണ്ടും ഓർമ്മ വച്ചാൽ മതി, സെറ്റാണ്. അപ്പോൾ അഖിൽ ഈസ് നോട്ട് ആൻ LD ക്ലർക്ക്, നോട്ട് വന്നു, പിന്നെ ഇനി ഒന്നും നോക്കണ്ട, അതെന്താണ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ നോക്കിയേ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഓക്സിലറി വെർബ് എടുത്തു. ഏതാണ് ഓക്സിലറി വെർബ്, ദേ കിടക്കണു നമ്മുടെ 24 സഹായക്രിയകളിൽ ഈസ് ഫസ്റ്റ് കിടക്കണു, ഈസ് എടുത്തു. അതിനുശേഷം എന്താണ്, പ്രോനൗൺ എന്ന് പറയുന്നത്, അതായത് നാമത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർവനാമം എന്ന് പറയുന്നത്. പ്രോനൗൺ സർവനാമം ദേ കിടക്കണു, ഹി ഇവിടെ ഇട്ടു. അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തു, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. നമ്മുടെ ആൻസർ അഖിൽ ഈസ് നോട്ട് ആൻ LD ക്ലർക്ക്, ഈസ് ഹി. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് കുറച്ച് സഹായക ക്രിയകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ്, നിലവിൽ അതിൻ്റെ നെഗറ്റീവ് ഫോം ഏതാണെന്ന് നോക്കാം. വിൽ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോണ്ട്, ക്യാൻ പ്ലസ് നോട്ട് കെനോട്ട്, ഇനി ഷുഡ് പ്ലസ് നോട്ട് ഷുഡിൻ്റ്, ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ്, ഓട്ട് പ്ലസ് നോട്ട് ഓട്ട് നോട്ട്, ഇനി വുഡ് പ്ലസ് നോട്ട് വുഡിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നിങ്ങൾക്കെടുത്ത് ഏകദേശം ഒരു 20ഓളം എന്തുണ്ട്, നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ഈ നെഗറ്റീവ് വേർഡ്സ് നമ്മൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ നോട്ടില്ലെങ്കിൽ പിന്നെ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാനായിട്ട് ഇത്രയും വേർഡ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും വേർഡ്സ് അങ്ങ് കാണാപ്പാഠം പഠിച്ചോ മക്കളെ, നിങ്ങൾക്ക് ഷുവറായിട്ടും ആ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫ്യൂ, രണ്ടാമത്തെ ലിറ്റിൽ, മൂന്നാമത്തെ ഹാർഡ്ലി, നാലാമത്തെ സ്കേഴ്സ്ലി,
അഞ്ചാമത്തെ റെയർലി, ആറാമത്തെ ബെയർലി, ഏഴാമത്തെ സെൽഡം, എട്ടാമത്തെ നോബഡി, ഒമ്പതാമത്തെ നോവൺ, പത്താമത്തെ നൺ, 11ാമത്തെ നത്തിങ്, 12ാമത്തെ നെവർ, 13ാമത്തെ നെയ്തർ, 14ാമത്തെ നോറ്, അതേപോലെ തന്നെ 15ാമത്തെ നോട്ട്, ലാസ്റ്റ് വൺ ഈസ് നിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു സെൻറ്റൻസ് തന്ന് ആ സെൻറ്റൻസിൻ്റെ അകത്ത് ആ സെൻറ്റൻസ് നെഗറ്റീവ് ആണോ എന്ന് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള കീവേഡ്സാണ് ഈ പറയുന്ന ഇത്രയും 16 എണ്ണം. ഇത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ എന്തുണ്ടോയെന്ന് കൂടി നോക്കുക. അതല്ലെങ്കിൽ, അതായത് ഈ നെഗറ്റീവ് വേർഡ്സ് ഇല്ലെങ്കിൽ നോട്ട് ഉണ്ടോയെന്ന് നോക്കുക. അതെന്തായിരിക്കും സെൻറ്റൻസ്? ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അവിടെ കൊടുക്കേണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, നോക്കിയേ, തുടങ്ങിയവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ചേർക്കരുത്. കാരണം ഇവ നെഗറ്റീവ് പദങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തായിരിക്കും? ഈ പറയുന്ന ഇത്രയും വേർഡ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് പദങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അത് പോസിറ്റീവ് ടാഗാണ് അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് വേർഡ്സാണ്. ഫോർ എക്സാമ്പിൾ, ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻസ്. ഓക്കെ, ഫ്യൂ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഫ്യൂ എന്ന് പറയുന്നത് ഇതേ നോക്കിയാൽ ഫസ്റ്റ് കിടക്കണ നെഗറ്റീവ് വേർഡാണ് ഫ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂ ഇവിടെ വന്നു. അപ്പോൾ പിന്നെ ഇത് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഏതാ ചേർക്കണ്ടേ? പോസിറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? അതേ ഇവിടെ ഓക്സിലറി വെർബ് ആറ് കിടക്കുന്നുണ്ട്. ആറ് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് തന്നെ ആറ് എടുത്ത് എഴുതി. പിന്നെ എന്ത് ചെയ്യുക? ദേ എടുത്ത് എഴുതുക. ഓക്കെ, ആർ ദേ. അപ്പോൾ ഫ്യൂ ഫ്യൂ സ്റ്റുഡൻസ് ആർ presents are they. Okay, few students are presents are they. അടുത്ത് നോക്കിയേ, no one has done the work, have they. ഓക്കെ, അതെന്തുകൊണ്ടാണ്? no one എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? no one എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഈ പറയുന്ന നെഗറ്റീവ് വേർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഹാവ് ദേ ആയിരിക്കും. ഓക്കെ, എ ഫ്യൂ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് വേർഡ്സ് ആയിട്ട് പരിഗണിക്കുന്നതിനാൽ ഇവയുടെ കൂടെ നെഗറ്റീവ് ടാഗാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എ ഫ്യൂ, എ ലിറ്റിൽ എന്നിവ പോസിറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. അപ്പോൾ അവയുടെ കൂടെ എന്താണ് ചേർക്കേണ്ടത്? ഇവരുടെ കൂടെ നെഗറ്റീവ് ടാഗാണ് ചേർക്കേണ്ടത്. എ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻസ് ആർ ഇൻ ദേ. ഓക്കെ, എ ഫ്യൂ സ്റ്റുഡൻസ് ആർ പ്രസൻസ് ആർ ഇൻ ദേ. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആറിൻ്റെ ഐ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആമൈ എന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആം നോട്ട് എന്നായിരിക്കും നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. പക്ഷേ ആം നോട്ടല്ല. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ ബിഗിനേഴ്സ് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഐ ആം എന്ന് തുടങ്ങുന്ന പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ആർ നോട്ട് ഐ അല്ലെങ്കിൽ ആറിൻ്റെ ഐ എന്നതായിരിക്കും. ഓക്കെ, ഐ ആം എ സ്റ്റുഡൻറ്റ്, ആറിൻ്റെ ഐ. ഓക്കെ, ഐ ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആമൈ എന്നായിരിക്കും. ഓക്കെ, ആം നോട്ട് എ സ്റ്റുഡൻറ്റ്, ആമൈ. ഓക്കെ, അപ്പോൾ എന്താണ്? ആം നോട്ട് എന്ന് തുടങ്ങുന്ന നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ആമൈ ആയിരിക്കും. ഐ ആം എ ലിറ്റിൽ ഒരു സെൻറ്റൻസ് ആരംഭിച്ചാൽ അതിൻ്റെ ടാഗ് ആറിൻ്റെ ഐ ആയിരിക്കും. ഓക്കെ, ഐ ആം എ ലിറ്റിൽ ലേറ്റ്, ആറിൻ്റെ ഐ. ഐ ആം എ ലിറ്റിൽ ലേറ്റ്, ആർ നോട്ട്. ഓക്കെ, ഇനി ഐ ആം എ ലിറ്റിൽ എന്ന ഒരു സെൻറ്റൻസ് ആരംഭിച്ചാൽ അതിൻ്റെ ടാഗ് ആമൈ ആയിരിക്കും. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഓക്സിലറി വെർബ് ഇല്ല എങ്കിൽ സെൻറ്റൻസിലെ മെയിൻ വെർബിനെ കണ്ടെത്തണം. ഇതാണ് ഇനി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള മറ്റൊരു ചോദ്യം. അതായത് സെൻറ്റൻസിൽ എന്തില്ല? സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്ത ഒരു സെൻറ്റൻസിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഓക്സിലറി വെർബ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാനുള്ളത്. നോക്കിയേ, ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ്, ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ്. ഈ സെൻറ്റൻസിൽ എന്തില്ല? ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് നിലവിൽ ഈ സെൻറ്റൻസിലെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഏതാ? സ്റ്റഡീസ് എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഈ സ്റ്റഡീസിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്? ഓക്സിലറി വെർബ് ഉണ്ടാക്കേണ്ടത്. മക്കളെ ഒന്നും അറിയാനില്ല, വളരെ സിമ്പിളാണ്. അതായത് ഈ പറയുന്ന ഷീ സ്റ്റഡീസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മെയിൻ വെർബായിട്ടുള്ള സ്റ്റഡീസിനെ നമ്മൾ എടുത്തു. സ്റ്റഡീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, അതായത് അതിൻ്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഡു പ്ലസ് സ്റ്റഡി ഈസ് എന്താണ്? സ്റ്റഡി തന്നെയാണ്. അതിൻ്റെ അകത്ത് എന്താണ്? അടുത്ത് നോക്കിയേ, ഡസ് പ്ലസ് സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡസ് പ്ലസ് സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത്?
സ്റ്റഡീസ് എന്ന് പറയുന്നത് അവിടെ കിട്ടി നമുക്ക് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കിയേ, ഡിഡ് പ്ലസ് സ്റ്റഡി ആണ് എന്ത്, സ്റ്റഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ നോക്കിയേ, അതായത് ഡസ് പ്ലസ് സ്റ്റഡി ആണ് എന്തെന്ന് പറയുന്നത്, സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ സ്റ്റഡീസ് എന്ന് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെ എന്താ ചേർത്തത് മക്കളെ, ഡസ് ആണ് ഇവിടെ ചേർത്തത്. ഡസ് പ്ലസ് സ്റ്റഡി ചേർത്തപ്പോഴാണ് ഇവിടെ എന്ത് കിട്ടിയത്, സ്റ്റഡീസ് എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താ, ഡസ് ആണ് ചേർത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടിയ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചേർക്കുന്നു, ഡസ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഡസ് നോട്ട് ഷീ എന്നതാണ് നമ്മുടെ ആൻസർ. ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ്, ഡസ് നോട്ട് ഷീ എന്നത് നമ്മുടെ ആൻസർ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബ് എടുക്കുക, മെയിൻ വെർബിനെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നിലവിൽ അതിൻ്റെ അകത്ത് ഏത് ഫോമിലാണ് കിടക്കണമെന്ന് നോക്കും. ഫസ്റ്റ് ഫോമിൽ നിന്ന് സെക്കൻഡ്, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഡസ് ഫോം, അതേപോലെ ഡിഡ് ഫോം. അപ്പോൾ ഡസ്സിൽ നോക്കുമ്പോൾ എസ് വന്നേക്കണെയാണെങ്കിൽ അതൊക്കെ എന്താണ്, ഡസ്സാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഡസ് എടുക്കുക. ഓക്കെ, ഇനി ഇ ഡി സ്റ്റഡീഡ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഡിഡ് ആയിരിക്കും. ഇനി ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ആദ്യത്തെ ഫോം, അതായത് സ്റ്റഡി, അതേപോലെ സ്മൈല്, ഓക്കെ, റണ്ണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി സെൻറ്റൻസിൽ രണ്ടോ അതിലധികമോ ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ ആദ്യത്തെ ഓക്സിലറി വെർബ് ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സെൻറ്റൻസ് എടുത്തു, ആ സെൻറ്റൻസിൽ എന്തുണ്ട്, ഓക്സിലറി വെർബ് വന്നു. രണ്ട് ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ ഏത് ഓക്സിലറി വെർബ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഓക്സിലറി വെർബ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ, ഷീ കുഡ് ഹാവ് ഗോൺ, ദെയർ കുഡ് നോട്ട് ഷീ. ഓക്കെ, അപ്പോൾ അതെന്താണ്, ആദ്യത്തെ കിടക്കുന്ന നമ്മൾ എന്താണ്, കുഡ് എടുത്തു. അപ്പോൾ അവിടെ എന്താണ്, ഈ പറയുന്ന കുഡ് മതി. ഫസ്റ്റ് നമുക്ക് എന്താണ്, ഓക്സിലറിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ കുഡ് എടുത്തു, നമ്മുടെ ആൻസർ കുഡിൻ ഷീ. ഓക്കെ, അടുത്തത്, ഹി ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ് ഷുഡിൻ ഷീ. ഓക്കെ, അപ്പോൾ ഷുഡ് നോട്ട് ഹി. ഓക്കെ, അപ്പോൾ എന്താണ്, ഫസ്റ്റ് ഓക്സിലറി വെർബ് എടുത്തു ഷുഡ്, അപ്പോൾ എന്ത് ചെയ്തു, ഷുഡിൻറ്റ് ഹി ആയി ഇവിടെ ആൻസർ. ഓക്കെ, വേറെ ഒന്നും നോക്കണ്ട, ഓക്സിലറി വെർബ് 24 എണ്ണം കാണാപ്പാഠം പഠിക്കുക, മസ്റ്റാണ്. അപ്പോൾ 24 ഓക്സിലറി വെർബ് പഠിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, മെയിൻ വെർബിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ളതും കൂടി പഠിച്ചാൽ ക്വസ്റ്റ്യൻ ടാഗ് സെറ്റാണ്. പ്രോനൗൺ മാത്രമേ ക്വസ്റ്റ്യൻ ടാഗിൽ സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം പ്രോനൗൺ ആണ് നമ്മൾ എടുക്കാറുള്ളൂ. അതേപോലെ ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫൻറ്റ്, ചൈൽഡ് എന്നിവ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ എപ്പോഴും ഇറ്റായിരിക്കും വന്നെ. ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. അപ്പോൾ ദിസ്സോ ദാറ്റോ എ ലിറ്റിലോ ഇൻഫൻറ്റോ ചൈൽഡോ അന്നിങ്ങനെ ഏതെങ്കിലും സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് വന്നാൽ അതെന്തായിരിക്കും, ഇറ്റായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. സെൻറ്റൻസിൽ ദെയർ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് സബ്ജക്റ്റ് ദെയർ തന്നെയായിരിക്കും. അപ്പോൾ സെൻറ്റൻസിൽ എന്ത് വന്നു, ദെയർ വന്നു. ദെയർ വന്നാൽ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, എന്ത് തന്നെയായിരിക്കും, ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെയായിരിക്കും, ദെയർ തന്നെയായിരിക്കും വരുന്നത്. വേറെ ഒന്നും അതിൻ്റെ അകത്ത് ചെയ്യാനില്ല. അങ്ങനെയാവുമ്പോൾ എന്ന് നോക്കിയേ, അതായത് എക്സാമ്പിൾ, ദെയർ ആർ 44 റിവേഴ്സ് ഇൻ കേരള, ആർ ഇൻ ദെയർ. നോക്കിയേ, ആർ ഇവിടെ വന്നു. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ദെയറാണ് ഇവിടുത്തെ എന്ത്, സബ്ജക്റ്റായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ദെയർ എടുത്ത് എങ്ങോട്ടേക്ക് ഇട്ടു, ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഇട്ടു. നമ്മുടെ ആൻസർ ആർ ഇൻ ദെയർ. ഓക്കെ, അതുപോലെ സെൻറ്റൻസിൽ 1 സബ്ജക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെയായിരിക്കും, സബ്ജക്റ്റ് 1 തന്നെയായിരിക്കും. ഒന്നും നോക്കാനില്ല. അപ്പോൾ എന്താണ്, 1 വന്നു, 1 ഷുഡ് കം ഹിയർ. അപ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ ടാഗിൽ ഇപ്പോൾ നിലവിൽ എന്ത് വന്നു, ഈ പറയുന്ന പോലെ തന്നെ 1 ഷുഡ് കം ഹിയർ എന്നാണ് നമുക്ക് സെൻറ്റൻസിൽ വന്നത്. സെൻറ്റൻസിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഓക്സിലറി വെർബ് ഷുഡ് കിടക്കണു, ഷുഡ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടു. സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, നിലവിൽ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നേരെ എന്താണ്, നോട്ട് എടുത്തിട്ടു, 1 ഇട്ടു, അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. നമ്മുടെ ആൻസർ 1 ഷുഡ് കം ഹിയർ, ഷുഡിൻറ്റ് 1. ഓക്കെ, അതേപോലെ ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരി ഡേ, എവരി വൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നെയ്തർ, എയ്തർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം എന്നീ വാക്കുകൾ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇവ ദേ എന്നായി മാറും. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഓർത്തു വച്ചോ, ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരി വൺ, സംബഡി, സം വൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നെയ്തർ, എയ്തർ, ഈച്ച്, സം ഓഫ് ദം, ഓൾ ഓഫ് ദം എന്നീ വാക്കുകൾ സെൻറ്റൻസിൽ സബ്ജക്റ്റായി വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഇവ ദേ എന്നായി മാറും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഓക്സിലറി വെർബിൽ
കാണുന്ന വിധത്തിൽ മാറ്റവും സംഭവിക്കാം. ഒരു സിമ്പിൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അതേപോലെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വാല്യൂ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ മറ്റൊരു ചോദ്യം കേട്ടോ മക്കളെ. അതായത് ഒരു സിമ്പിൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആയാലും അതേപോലെ തന്നെ എന്താണ് നെഗറ്റീവ് ആയാലും ക്വസ്റ്റ്യൻ ടാഗ് വാല്യൂ ആയിരിക്കും. എക്സാമ്പിൾ റൈറ്റ് ലെജിബിളി വാല്യൂ. തന്നിരിക്കുന്ന ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അർജൻസിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് വോണ്ട് യു ആയിരിക്കും. അപ്പോൾ അർജൻസിയെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും വോണ്ട് യു ആയിരിക്കും. നോക്കിയേ, അതായത് എക്സാമ്പിൾ ബി കെയർഫുൾ വൈൽ യു ഡ്രൈവിംഗ് വോണ്ട് യു. ഓക്കെ, അപ്പോൾ എന്താണ് അർജൻസിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ എന്ത് ചേർക്കണം വോണ്ട് യു ചേർക്കണം. ഓക്കെ, ഇനി ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഷോസ് ഇംപേഷ്യൻറ്റ് ഓർ ഓർഡർ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ബി കോണ്ട് യു. ഓക്കെ, അപ്പോൾ അതായത് പെട്ടെന്നുണ്ടാകുന്ന എന്താണ് ഈ പറയുന്ന ഷട്ടപ്പ് യുവർ മൗത്ത് കോണ്ട് യു. ഓക്കെ, അപ്പോൾ എന്താണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഓർഡറോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷൗട്ടിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ എന്താ നമ്മൾ ചേർക്കാമോളൂ കോണ്ട് യു ആണ് ചേർക്കാമോളൂ, കനോട്ട് യു. ഓക്കെ, ഇനി ലെറ്റസ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. എത്ര തവണയാണ് ഈ ചോദ്യം ചോദിച്ചേക്കണേന്നുള്ളത് PSC എക്സാമുകളിൽ അത്രത്തോളം തവണ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്നത്. ലെറ്റസ് വന്ന മക്കളെ വേറെ ഒന്നും നോക്കണ്ട, ലെറ്റസ് ആണോ നിങ്ങളുടെ ഇവിടെ സെൻറ്റൻസിൽ വന്നേക്കണേ ലെറ്റസ് ഗോ ഫോർ എ വാക്ക്, ലെറ്റസ് ഗോ ഫോർ എ ഗെയിം, അങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും ലെറ്റസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഷാൽവി അല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യൻ ടാഗ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഷാൽവി ആയിരിക്കണം. ഇനി ലെറ്റ്സ് ഗോ വന്നു കഴിഞ്ഞാലും ഷാൽവി തന്നെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇതൊക്കെ നോക്കി, അതായത് ലെറ്റസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ലെറ്റ്സോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഷാൽവിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നോക്കിയേ, ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ഷാൽവി, ലെറ്റ് മീ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വില്യു ആണ് ചേർക്കേണ്ടത്. ലെറ്റ് മീ വന്നാൽ വില്യു. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ ആണ് വരുന്നതെങ്കിലോ അതിൻ്റെ കൂടെ വില്യു ചേർക്കണം. എക്സാമ്പിൾ ലെറ്റ് മീ യൂസ് യുവർ പെൻ വില്യു. ഓക്കെ, ലെറ്റ് മീ യൂസ് യുവർ പെൻ വില്യു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, കാരണം ഇത് ഒരു മാർക്ക് നമുക്ക് എങ്ങനെയായാലും കിട്ടേണ്ട മാർക്കാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെയോ ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏതൊരു സെൻറ്റൻസ് ആണെങ്കിലും ആ സെൻറ്റൻസിനെ ഒന്നുകൂടി എന്താണ് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ അല്ലേ അല്ലെങ്കിൽ അതെയോ അതെ അല്ലേ എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഓക്സിലറി വെർബാണ് ആ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ് ഉണ്ടോ എന്ന് നോക്കുക. 24 ഓക്സിലറി വെർബ് മക്കളെ ഇത്രയുണ്ട്. ഈ 24 ഈസ്, ആമ, ആറ്, വാസ്, വേറെ ഇത്രയും കാര്യങ്ങൾ 24 ഓക്സിലറി വെർബ് ബൈ ഹേർട്ട് ആക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരുമ്പോൾ നോട്ട് ചേർക്കുക, പ്രോനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. അതായത് നമ്മളൊരു അത് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ് ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത് എന്താണ്, പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് ഒന്നുകിൽ നോട്ട് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കീവേഡ്സ് ഫ്യൂ, ലിറ്റിൽ, ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, സെൽഡം, നോബഡി, നോ വൺ, നൺ, നത്തിങ്, നെവർ, നെയ്തർ, ഇത്രയും വേർഡ്സ് അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞതാണ് ആമൈ എപ്പോഴും തന്നെയാണ് ആമൈ, അതേപോലെ തന്നെ ആറിൻ്റെ അത് എന്താണ് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. അതേപോലെ ഒരു എന്താണ് സെൻറ്റൻസ് തന്നിട്ട് ആ സെൻറ്റൻസിൽ എന്തില്ല, ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, മെയിൻ വെർബ് ഏതാണെന്നുള്ളത് നമ്മൾ എടുക്കുക. ആ മെയിൻ വെർബിനെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡു ഫോം നമുക്കറിയാം, ഡസ് ഫോം, ഡിഡ് ഫോം, അതിൻ്റെ അത് ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് ഓക്സിലറി വെർബ് എടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ എന്താണ് പിന്നെ നമ്മൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ചോദിക്കണം, ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൽവി എന്നായിരിക്കും, ലെറ്റ് മീ വന്നു കഴിഞ്ഞാൽ വില്യു എന്നായിരിക്കും. അതേപോലെ തന്നെ എന്താണ് പിന്നെ ഏതാ നമ്മൾ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ എന്താണ് ഇംപേഷ്യൻസ് കാണിക്കാനായിട്ട് കോണ്ടിയും, അതേപോലെ അർജൻസി ആണെങ്കിൽ വോണ്ടിയും, രണ്ടും ഇമ്പറേറ്റീവ് ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സസൈസ് കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പക്ക ക്ലാരിറ്റി, ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ്, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് 2021 മുതൽ 24 വരെയുള്ള
ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് അടുത്ത ദിവസം നിങ്ങൾക്കിത് ഓക്കെ ആണ്, നിങ്ങൾക്കിത് മനസ്സിലായിട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ എക്സസൈസ് കൂടി ഓരോന്നായിട്ട് ചെയ്ത് സെറ്റാക്കി പോകാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റായിട്ട് അത് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഒന്നുകൂടി